സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിക്കാതെ യാതൊരു റിസ്ക്കും ഇല്ലാതെ നിങ്ങൾക്ക് 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ഇനി പറയാൻ പോകുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതികളിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായും മികച്ച വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. സ്റ്റാർട്ട് സേവിംഗ് ഏർലി, ഇൻവെസ്റ്റ് റെഗുലർലി, യുവർ മണി വിൽ ഗ്രോ. സേവ് ചെയ്യാൻ നേരത്തെ തന്നെ തുടങ്ങുക, ഇൻവെസ്റ്റ് സ്ഥിരമായി ചെയ്യുക, എങ്കിൽ നിങ്ങളുടെ പണം വർദ്ധിക്കുന്നു. ഈ ഒരു വാക്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നതിനോട് വിമുഖത കാണിക്കുന്നു. പക്ഷെ നമുക്കറിയാം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്ലാൻ ആണ്. നമ്മുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോളുകൾക്ക് വേണ്ടിയിട്ടാണ് പലരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അത് മ്യൂച്വൽ ഫണ്ട് ആകാം, സ്റ്റോക്ക് മാർക്കറ്റ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളാകാം. പക്ഷേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് റിസ്ക് എലമെന്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്ക് മാർക്കറ്റുകളിലോ നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കോർപ്പസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അവിടെയാണ് പോസ്റ്റ് ഓഫീസ് പദ്ധതികളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനായിട്ടും നമ്മുടെ സാമ്പത്തിക ഭദ്രത കെട്ടുറപ്പുള്ളതാക്കാനും സഹായിക്കുന്ന ചില പദ്ധതികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ. ആദ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് 1 കോടി രൂപ നമ്മൾ പോസ്റ്റ് ഓഫീസ് പദ്ധതിയിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ്. അതായത് എങ്ങനെയാണ് 1 കോടി രൂപ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അഥവാ PPF. നമുക്ക് 1.5 ലക്ഷം രൂപയാണ് പ്രതിവർഷം മാക്സിമം PPF ൽ നിക്ഷേപിക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് നമ്മൾ PPF ൽ നിക്ഷേപിച്ചുകൊണ്ട് 1 കോടി രൂപയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നോക്കാം. 12,500 രൂപ പ്രതിമാസം നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു വർഷം 1.5 ലക്ഷം രൂപയായിരിക്കും നമ്മൾ PPF ൽ നിക്ഷേപിക്കുന്നത്. ഈ ഒരു ടേബിളിൽ 4 കോളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് പീരിയഡ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാലയളവ്. ടോട്ടൽ ഇൻവെസ്റ്റഡ്, മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത തുക. ഇൻട്രസ്റ്റ് ഏൺഡ്, പലിശ ഇനത്തിൽ നമുക്ക് ലഭിച്ച തുക. അത് 7.1% PPFന്റെ ഇപ്പോഴത്തെ പലിശ നിരക്ക്. അത് പ്രകാരം നമുക്ക് ലഭിച്ച ഇൻട്രസ്റ്റ് എമൗണ്ട്. ടോട്ടൽ വാല്യൂ, മൊത്തം തുക. മ്യൂച്വൽ ഫണ്ട്സ് അറ്റ് 12%, അതായത് 12% മ്യൂച്വൽ ഫണ്ടുമായിട്ടുള്ള കമ്പാരിസൺ. ആദ്യം നമുക്ക് നോക്കാം. 15 വർഷത്തേക്കാണ് നമ്മൾ PPF ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മൊത്തം 22,50,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പലിശ ഇനത്തിൽ 7.1% പലിശ ഇനത്തിൽ നമുക്ക് ലഭിക്കുന്ന തുക 18,18,000 രൂപയായിരിക്കും. അപ്പോൾ ടോട്ടൽ വാല്യൂ 40,68,000 രൂപ. ഇത് മ്യൂച്വൽ ഫണ്ട് ആകുന്ന സമയത്ത്, മ്യൂച്വൽ ഫണ്ടുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് 59,49,000 രൂപയായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ റിസ്ക് എലമെന്റ് അതിനകത്ത് കൂടുതലാണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 20 വർഷത്തേക്കാണ് നമ്മൾ PPF ൽ നിക്ഷേപിക്കുന്നതെങ്കിൽ ടോട്ടൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക 30 ലക്ഷം രൂപയായിരിക്കും. പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്നത് 36,58,000 രൂപ. മൊത്തം ടോട്ടൽ വാല്യൂ ആയി ലഭിക്കുന്നത് 66,58,000 രൂപ. ഇത് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 1,14 ലക്ഷം രൂപയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് PPF ൽ നിന്നും 1 കോടി രൂപ ലഭിക്കുന്നത്. നമ്മൾ 25 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 37.5 ലക്ഷം, 37,50,000 രൂപയാണ് ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പലിശ ഇനത്തിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന തുക ഇരട്ടിയോളമാണ്. 65,58,000 രൂപ പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്നു. സോ മുതലും പലിശയും കൂട്ടി ടോട്ടൽ വാല്യൂ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് PPF ൽ നിന്നും 1,30,00,000 രൂപ, 1.03 crore rupees ആയിരിക്കും. ഇത് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ 2,12,00,000 രൂപ ആയിരിക്കും. ഇനി 30 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക 45 ലക്ഷം രൂപയായിരിക്കും. പലിശ ഇനത്തിൽ മാത്രം നമുക്ക് ലഭിക്കുന്നത് 1,09,000 രൂപ. മുതലും പലിശയും അടക്കം നമുക്ക് ലഭിക്കുന്ന തുക 1,54,00,000 രൂപ. ഇത് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ 3,85,00,000 രൂപയായി നമുക്ക് ലഭിക്കുന്നു 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ കൃത്യത പാലിക്കുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും 1 കോടി രൂപയുടെ കോർപ്പസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പോസ്റ്റ് ഓഫീസ് സ്കീമിലൂടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, എന്നാൽ അവിചാരിതമായി ഒരു 3-4 വർഷത്തിനുള്ളിൽ വലുതും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? അതായത് ഒരു ഹോസ്പിറ്റൽ എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം. ഇത്തരത്തിലുള്ള അവിചാരിതമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഓപ്ഷനാണ് ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ്. പ്രതിമാസം വെറും 578 രൂപയ്ക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുമാത്രമല്ല, ആദ്യത്തെ വർഷം സാലറീഡ് ഇൻഡിവിജ്വൽസിന് 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കൂടാതെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 15% ആജീവനാന്ത ഡിസ്കൗണ്ടും ലഭ്യമാണ്. എല്ലാ എലിജിബിൾ ക്ലെയിംസിനും വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും നടക്കുന്നു.
കൂടാതെ 99.7% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ഇവിടെയുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ റേഷ്യോ ആണ്. കൂടാതെ സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റും അവൈലബിൾ ആണ്. അതായത് 100% പ്രീമിയവും സൗജന്യമായി തിരികെ ലഭിക്കുന്നു. കൂടാതെ സ്മാർട്ട് കവറും ലഭ്യമാണ്. അതായത് പ്രീമിയം എടുത്ത ആൾ 15 വർഷത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ 150% കവറേജ് ലഭിക്കുന്നു. അതല്ല 15 വർഷത്തിന് ശേഷമാണ് മരണപ്പെടുന്നതെങ്കിൽ 100% കവറേജും ലഭ്യമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് മാസം വരെ എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ കുറിച്ചാണ്. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ ടെന്യൂർ കാലയളവ്, ഓരോ സ്കീമിന്റെയും കാലയളവ് എത്രത്തോളമാണ്, എത്രത്തോളം ബെനിഫിറ്റ് ആണ് അതിൽ നിന്നും ലഭിക്കുന്നത്, എത്രത്തോളം റിട്ടേൺസ് ആണ് അതിൽ നിന്നും ലഭിക്കുന്നത് എന്നത് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ സഹായത്തോടു കൂടി പറയാൻ പോവുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങൾക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാം. ലെറ്റ്സ് ഗോ ടു ദ ടേബിൾ. ഇവിടെ 5 കോളങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം സ്കീംസ്, പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസ് പ്ലാനുകൾ, 2025 ഓഗസ്റ്റ് മാസം വരെയുള്ള അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇപ്പോഴത്തെ കറന്റ് പലിശ നിരക്ക് എത്രയാണ്, ടെന്യൂർ, ഇൻവെസ്റ്റ്മെന്റ് കാലയളവ് എത്രത്തോളമാണ് വരുന്നത്, മാക്സിമം ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും കൂടിയ ഇൻവെസ്റ്റ്മെന്റ് തുക എത്രയാണ്, റിട്ടേൺസ് ആൻഡ് ഹൈലൈറ്റ്സ്, എത്രത്തോളം റിട്ടേൺ ആണ് അതിൽ നിന്ന് ലഭിക്കുന്നത്, മാത്രമല്ല അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന്റെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 7.10%. 15 വർഷമാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അത് എക്സ്റ്റെൻഡബിൾ ആണ്. നിങ്ങൾക്ക് 15 വർഷത്തിന് ശേഷവും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പ്രതിവർഷം മാക്സിമം 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമാകുന്നത്. 1.03 കോടി രൂപ മുതൽ 1.5 കോടി രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ടാക്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു എന്നതാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന്റെ പ്രത്യേകത. പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. സുകന്യ സമൃദ്ധി യോജനയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 8.20%. പെൺകുട്ടിക്ക് 21 വയസ്സ് തികയുന്ന വരെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പ്രതിവർഷം ഏറ്റവും കൂടിയ തുക 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 22.5 ലക്ഷം രൂപ മൊത്തം ഇൻവെസ്റ്റ് ചെയ്താൽ 21 വർഷം ആകുമ്പോഴേക്കും 69,27,000 രൂപ മൊത്തം റിട്ടേൺ ആയി ലഭിക്കുന്നു. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് അടുത്ത പദ്ധതി. 7.40% പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ പലിശ നിരക്ക്. ഇത് നമുക്കറിയാം ഒരു പ്രതിമാസ വരുമാന പദ്ധതിയാണ്. പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. 5 വർഷമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നത്. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ മാക്സിമം 15 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഇതിൽ മൊത്തം ഏർണിംഗ്സ് എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയായിരിക്കും. പ്രതിമാസം 9,250 രൂപ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇത് പ്രായമുള്ള ആളുകൾക്കും അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ്. പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമാണ് അടുത്ത പദ്ധതി. 7.5% പലിശ നിരക്ക്. 7.50% ഇതിന്റെ പലിശ നിരക്ക്. 1 വർഷം മുതൽ 5 വർഷം വരെയാണ് ഇതിന്റെ നിക്ഷേപ കാലയളവ്. മാക്സിമം എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം. ഇതിന് അപ്പർ ലിമിറ്റ് ഇല്ല. അങ്ങനെ നിക്ഷേപിച്ച് കഴിയുന്ന സമയത്ത് 5 വർഷത്തേക്ക് 5 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ അത് 7.24 ലക്ഷം രൂപയായി തിരിച്ചു കിട്ടുന്നു. സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ഡിഡക്ഷനും ഇതിനകത്ത് ഉണ്ടാകും. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് അടുത്ത പദ്ധതി. 7.70% NSCയിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക്. 5 വർഷമാണ് NSCയിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന കാലയളവ്. യാതൊരു അപ്പർ ലിമിറ്റും ഇല്ല. മാക്സിമം എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാം. 5 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് 7.32 ലക്ഷം രൂപയായി തിരിച്ചു കിട്ടുന്നു. സോ ലോങ് ടേം ആയിട്ട് ദീർഘകാലത്തേക്ക് ഒരു നിക്ഷേപം ഉണ്ടാക്കിയെടുക്കുക, ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ എങ്കിൽ സുകന്യ സമൃദ്ധി യോജന നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ്. സുകന്യ സമൃദ്ധി യോജന, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി യോജനയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അതല്ല, കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും മികച്ച ഓപ്ഷനാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അഥവാ PPF. PPF വഴി എങ്ങനെയാണ് 1 കോടി രൂപയുടെ കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ പോസ്റ്റ് ഓഫീസ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് പോലെയോ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയോ യാതൊരു വിധത്തിലുള്ള മാർക്കറ്റ് റിസ്ക്കും ഇതിൽ ഇൻവോൾവ് അല്ല. പൂർണ്ണമായും ഗവൺമെന്റ് സപ്പോർട്ടുള്ള, കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ബാക്കപ്പ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളാണ് പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ. പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് ചെന്നാലോ അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റിന്റെ വെബ്സൈറ്റിൽ പോയാലോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നിക്ഷേപം ആരംഭിക്കാവുന്നതുമാണ്. ഓൺലൈനായിട്ടും ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് അവൈലബിൾ ആണ്. സോ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുക. റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് പദ്ധതി ഏതാണോ അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ നിക്ഷേപം ആരംഭിക്കാവുന്നതാണ്. ബോസ്വാല മലയാളത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.